ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വ. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് ബുസിരീസ് വിഷു മാറ്റച്ചന്തയാണ് 2025 ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് 6ാം ദിവസം വലിയ മാറ്റം എന്നറിയപ്പെടുന്ന ഒരു ദിനം കൂടിയാണ്. വളരെയേറെ വിപണന സൗകര്യം നടത്തിക്കൊണ്ട്, അതായത് മുൻകാലങ്ങൾ വർഷങ്ങളായിട്ട് ചേന്ദമംഗലം ഗ്രാമത്തിൻ്റെ പൈതൃകത്തെ ഉണർത്തുന്ന ഒരു സംഭവമാണ് ഈ മാറ്റച്ചന്ത. മാറ്റച്ചന്ത പാലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആണെങ്കിൽ കൂടി മാറ്റപ്പാടം എന്ന് തന്നെയാണ് ഇന്നും അറിയപ്പെടുന്നത്. വളരെ വർഷങ്ങളായിട്ട് കൈമാറ്റ സമ്പ്രദായം നിലവിലിരുന്ന കാലം മുതൽ ഈ മാറ്റച്ചന്ത നിലനിൽക്കുന്നുണ്ട്. 2001 മുതലാണ് ഇത്തരം വളരെ നല്ല രീതിയിൽ മുസിരീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന മാറ്റച്ചന്ത ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഓല ഷെഡുകൾ, നമുക്കറിയാം പരമ്പരാഗത രീതിയിലുള്ള ഓല ഷെഡും അതുപോലെ തന്നെ ചട്ടി, കലം മുതലായവയും പനമ്പ് കൊണ്ടുള്ള പായയും തഴപ്പായ അങ്ങനെയുള്ളവ ഇവിടെ നിർമ്മിച്ച് കാണിക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് മാറ്റപ്പാടം നടത്തിക്കൊണ്ട് വരുന്നത്. വരും തലമുറയ്ക്ക് ഇത് അന്യം നിന്ന് പോകുന്ന ഇത്തരം കാര്യങ്ങളെ അവർക്ക് കാണാനും അവരെ പരിചയപ്പെടുത്താനും ഇതിൻ്റെ ഗുണം മനസ്സിലാക്കാനും. ഇപ്പം ഞങ്ങൾ 80 ഷെഡുകളാണ് ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഈ വേനൽക്കാലത്ത് ചൂടില്ലാതെ വളരെ മനോഹരമായിട്ട് അവർക്ക് ഈ കച്ചവടം നടത്താൻ കഴിയുന്നത് പണ്ട് പാരമ്പര്യത്തെ നിലനിർത്തിയുന്ന ഒരു മാറ്റത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. വരും തലമുറയെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഒരു മുന്നൊരുക്കങ്ങൾ നടത്താനും അതുപോലെ തന്നെ ചേന്ദമംഗലം ഗ്രാമത്തിൻ്റെ ഒത്തൊരുമ, ജനങ്ങളുടെയും ഭരണസമിതിയുടെയും എല്ലാം, അത് കൈത്തറിയായാലും കരകൗശല വസ്തുക്കളായാലും എല്ലാത്തിനെയും ചേർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ മാറ്റച്ചന്ത നടത്തിക്കൊണ്ടുവരുന്നത്. വളരെയേറെ മതസൗഹാർദ്ദതയോടുകൂടി നിലനിൽക്കുന്ന ഈ പ്രദേശം ഇന്നും അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. വിഷുമാറ്റം, ഈ വിഷു വരവറിയിച്ചുകൊണ്ടാണ് മകുടം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വർഷങ്ങളായിട്ട് മകുടത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്, ഇതിന്റെ ശബ്ദം കേട്ടാൽ അറിയാൻ പറ്റും വിഷുവിന്റെ വരവറിയിക്കുന്ന ആണ് മകുടം. ഇന്നത് ഈ ചിരട്ട കൊണ്ടും തോലുകൊണ്ടുമാണ് ഇത് നിർമ്മിക്കുന്നത്. യാതൊരുവിധ പ്ലാസ്റ്റിക്കോ മറ്റു സാധനങ്ങളൊന്നുമില്ല. നല്ല നമ്മുടെ ഭൂമിക്കിണങ്ങുന്ന ഒരു വസ്തു കൂടിയാണ് എന്നുള്ളത്. ഇത് 1000 മകുടമാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറിൽ ഇത് തീർന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം പിന്നീട് ഒരിക്കലും ഇത് കിട്ടില്ല. വിഷുവിന് മാത്രമാണ് ഈ മകുടം കിട്ടുന്നത്. അത് ശരിക്കും ഉണ്ടാക്കിയിരുന്ന ആൾക്ക് വയ്യാതെ ആയിട്ട് അവരുടെ മകൾക്ക് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ മകളാണ് ഇത് ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഇതിന്റെ ഡൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയേറെ ശബ്ദം കിട്ടുന്ന ഒരു മകുടം നാളില് ഇങ്ങനെ മാറ്റ സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ളത് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അപ്പൊ അതിന് ഇവിടെയായിരുന്നു അതിന്റെ ചന്ത ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് ഇന്ന ദിവസമാണ് ഇതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊട്ടി അറിയിച്ചിരുന്നതാണ് ഈ മകുടം എന്ന് പറയുന്നത്. ഇത് കൊട്ടിയിട്ടാണ് എല്ലാം ഇതിന് ഒച്ച കേട്ടിട്ടാണ് ആൾക്കാർ ഇന്ന ദിവസം ഇതാണെന്നുള്ളത് ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് പറയുന്നത്. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 40 വർഷത്തോളമായിട്ടുണ്ട്. അച്ഛനും അമ്മയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അച്ഛൻ ഇപ്പൊ വയ്യാണ്ട് തളർന്ന് കിടക്കുകയാണ് 3 വർഷമായിട്ട്. അപ്പൊ ഇപ്പൊ അമ്മയും ആങ്ങളെയും കൂടിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാനും എന്റെ നാത്തൂനൊക്കെ സഹായിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ഇതിപ്പോ 150 രൂപക്കാണ് ഇപ്പൊ വിൽക്കണത്. ഇതെല്ലാ സാധനങ്ങളും നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇതിന്റെ തൊകല്, ചിരട്ട, എല്ലാരും കാശിന്റെ ഇതാണ്. അപ്പൊ അതാണ് നമ്മൾ 150. പണ്ട് കാലങ്ങളിൽ 1 രൂപക്ക് കിട്ടിയിരുന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്റെ പേര് സതീശൻ KK. ഞാൻ വലിയ ഒരു എഴുത്തുകാരനൊന്നുമല്ല. എങ്കിലും എൻ്റെ അഭിരുചിയെ വളർത്തിയെടുത്തുകൊണ്ട് എൻ്റെ ആഗ്രഹം സഫലീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്താൻ ഞാൻ 1.5 വർഷക്കാലം എടുത്തിട്ടാണ് പുസ്തകം രൂപപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഗ്രാമം ചേന്ദമംഗലം എന്നതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ. ആ ചേന്ദമംഗലം ഗ്രാമത്തിന് ഒരുപാട് പൗരാണിക ചരിത്രം പറഞ്ഞു പോകാനുണ്ട്. പാലിയത്തച്ഛന്മാരുടെ ഭരണം മുതൽ ഇങ്ങോട്ട് ജനകീയ ഭരണകാലം വരെയുള്ള ഏതാണ്ട് 400-500 വർഷക്കാലത്തെ ചരിത്രം ഇറങ്ങുന്ന ചേന്ദമംഗലത്തിൻ്റെ മണ്ണിൻ്റെ ഒരു സവിശേഷതയാണ് മാറ്റച്ചന്ത. പഴയ ബാർട്ടൻ സമ്പ്രദായത്തിൻ്റെ ഒരു പുതിയ രൂപം. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വളരെയധികം ലേറ്റസ്റ്റായി വന്നിട്ടുണ്ട്. അവിടേക്ക് പോകാതെ ആ പൗരാണികമായ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ
സമീപനം അത് വച്ചു പുലർത്തിക്കൊണ്ട് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുമോ ആ പഴയ തനിമ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സജീവമാക്കി കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ ഇപ്പോൾ 5-6 ദിവസമായി നടന്നു വരുന്നത്. ഇന്ന് അതിന് സമാപനം കുറിക്കുകയാണ്. ഇവിടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വരുന്നു. ഒരു നമ്മുടെ നാട്ടിലെ ഒരു കുടുംബത്തിന് ആവശ്യമായ അത്യാവശ്യ സാധനങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിൽ കിട്ടാവുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നു. അതിന് ജനകീയ പങ്കാളിത്തം വരികയാണ്. കാരണം ഇതൊരു ജനകീയ സംവിധാനമായിട്ട് തന്നെയാണ് നടത്തുന്നത്. മുസരീസിന്റെ ഒരു ഭാഗമായി ചേന്നമംഗലം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് അവരുടെ എല്ലാം സഹകരണത്തോടെ സ്നേഹത്തോടെ നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ളത് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് 17ാമത്തെ വർഷം തുടർന്ന് വരികയാണ്. വരും വർഷങ്ങളിലും ഇത് തുടർന്നു പോകാനുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസങ്ങളായി കൾച്ചറൽ പരിപാടികൾ നിരവധി പ്രശസ്ത ഗായകനായിരുന്ന ജയദേവന്റെ സ്മൃതി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു ദിവസം തന്നെ നീണ്ടു നിന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി ഈ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുകയാണ്. ഏതായാലും ഈ മാറ്റച്ചന്തയിലേക്ക് ഈ വർഷത്തെ 2025 മാറ്റച്ചന്ത സജീവമായിരുന്നു, ഉണർവുള്ളതായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും മറ്റേത് രീതിയിലും ജനങ്ങളെ ഈ സംരംഭത്തോട് സഹകരിച്ചുകൊണ്ടെന്ന് ഒരു ചേന്നമംഗലത്തുകാരൻ കൂടിയായ എനിക്ക് അഭിമാനത്തോട് പറയാം. ചുരുക്കത്തിൽ വാക്യ സമ്പ്രദായം ഭാവിയിലേക്കുള്ള പുതിയ സാമ്പത്തിക ചിന്തകൾക്കും പരിസ്ഥിതി സൗഹൃദ ഉത്പാദന മാനദണ്ഡങ്ങൾക്കും വഴിയൊരുക്കുകയാണ്. ഇന്ന് ഈ ചന്ത ഗ്രാമീണ സംസ്കാരത്തിന്റെ പുനരാവിഷ്കാരമായും മാറി വർഷം തോറും വൈപുല്യം നേടി. ഖ്യാതിയോടെ പതിറ്റാണ്ടുകൾ പിന്നിട്ട വിഷുചന്തയ്ക്കും ലോകം സംഭവിച്ചു. പാലിയം പള്ളിക്കൂട മൈതാനിയായ മാറ്റപ്പാട
തന്നെയാണ്. കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഉടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ മൂർച്ചയുള്ള പല്ലുകൾ നാരങ്ങ, ഓറഞ്ച്, മുസമ്പി കട്ട് ചെയ്യാൻ 4 ഹോളുകൾ ഇതിന്റെ അരിപ്പയാണ്. ഒരു മിനി ഗ്ലാസ് പാത്രത്തിലോട്ടോ ഗ്ലാസ്സിലോട്ടോ പകർത്തുവാൻ. സാധാരണ നമ്മൾ നാരങ്ങയുടെ ജ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൈ കൊണ്ട് പിഴിഞ്ഞ അരിപ്പ കൊണ്ട് അരിച്ചാണ് ജ്യൂസ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ നാരങ്ങയാലും ഓറഞ്ചായാലും മുസമ്പിയാലും കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഉടക്കേണ്ട കാര്യമില്ല. ഈ ഞെട്ടിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ മോഡിന്റെ ഭാഗം ഈ ജ്യൂസിൽ കാണുന്ന മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും കറക്കി ഈ 4 ഹോളുകൾ ചെറുനാരങ്ങയുടെ ഉള്ളിൽ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇടം വലം കറങ്ങി ഇറങ്ങുമ്പോൾ ഇതിനുള്ളിൽ അല്ലികൾ കട്ടായി നാരങ്ങ സോഫ്റ്റ് ആവുന്നു. ഒരു കാരണവശാലും ഈ ജ്യൂസർ മുകളിലോട്ട് പൊങ്ങിപ്പോകും, ജ്യൂസ് മുഴുവനും പുറത്തോട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും ഇത് ക്ലോസ് ആയിരിക്കണം. നാരങ്ങയിൽ മാത്രം നമ്മൾ പ്രസ് ചെയ്യുക. ഗ്ലാസ്സിലോട്ട് അരിച്ച ജ്യൂസ് റെഡിയാണ്. ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കാം. വീണ്ടും നമുക്ക് ജ്യൂസ് ആവശ്യം വരുമ്പോൾ അതേ നാരങ്ങയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ജ്യൂസ് റെഡിയാണ്. അങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ ഉള്ളിൽ, ഓറഞ്ചിന്റെ ഉള്ളിൽ, മുസമ്പിയുടെ ഉള്ളിൽ എന്തുമാത്രം ജ്യൂസ് അടങ്ങുന്നു അത് മുഴുവൻ ജ്യൂസും നമുക്ക് പുറത്തോട്ട് കിട്ടും. അരിച്ച ജ്യൂസാണ് കിട്ടുന്നത്. നമ്മൾ അരിച്ചെടുക്കേണ്ടി വരുന്നത് വേസ്റ്റ് എല്ലാം ഈ ചെറുനാരങ്ങയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഒരു തുള്ളി നീര് പോലും ഇതിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നില്ല. കംപ്ലീറ്റ് ജ്യൂസും നമുക്ക് പുറത്ത്
Thank you.